എല്ലാവർക്കും കോട്ടയം സിവിൽ അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ചൈനയുടെ ശ്രീലങ്കയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റിനെ കുറിച്ചും അതിനോടനുബന്ധമായിട്ടുള്ള ചില ഇന്ത്യയുടെ കൺസേൺസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ടുള്ള അല്ലെങ്കിൽ ടൈറ്റിൽ തന്നെ ചൈനീസ് എൻക്ലേവ് ഇൻ ശ്രീലങ്ക എന്ന് തന്നെയാണ് ഇതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഹിന്ദു ന്യൂസിന്റെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ചൈനീസ് എൻക്ലേവ് ഇൻ ശ്രീലങ്ക. ഈ എൻക്ലേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെറിട്ടറി വിത്തിൻ എ ടെറിട്ടറി അല്ലെ, ഒരു വലിയ ടെറിട്ടറിക്ക് അകത്ത്, അതായത് ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയാണ് നമ്മൾ എന്ത് വിളിക്കുക, എൻക്ലേവ് എന്ന് വിളിക്കുക. ഈ ഒരു തരത്തിലേക്കുള്ള ശ്രീലങ്കയ്ക്കകത്തുള്ള ഒരു ചൈനീസ് എൻക്ലേവ് ആണ് പല പ്രോജക്റ്റുകളും ചൈനയുടെ പല പ്രൊജക്ടുകളും ശ്രീലങ്കയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില പ്രോജക്റ്റുകൾ എന്ന് സംശയിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ ഒരു ഹിന്ദു നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത്. ഒന്നാമത് മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ദ കൊളംബോ പോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ഒരു വലിയ ഒരു സിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് ഈ ഒരു ഒന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ഹമ്പൻതോട്ട പോർട്ട്, 3 എന്താണ് CICD, അതായത് കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ CICT. ഈ 3 പ്രൊജക്ടുകളാണ് ഇവർ ചെയ്യുന്നത്. ഈ കൊളംബോ സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ്, a territory coming upon 2.69 square kilometer of land reclaimed from Colombo seafront. ഇതൊരു എന്താണ് ആക്ച്വലി ഒരു മാൻമെയ്ഡ് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് തന്നെയായിട്ട് ചൈന ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. പക്ഷേ ഇത്തരത്തിലൊരു വലിയ ഒരു ടെറിട്ടറി ആയിട്ട് ചൈനയ്ക്ക് കൊടുക്കുമ്പോൾ ചൈനയുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്താണ്, അല്ലെങ്കിൽ ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്തൊക്കെ ആയിരിക്കാം? ഇവിടെ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ് വൺ ബെൽറ്റ് വൺ റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഈ വൺ ബെൽറ്റ് വൺ റോഡ് ഇനിഷ്യേറ്റീവിനെ മറ്റൊരു രീതിയിൽ പറയാം, ഇന്ത്യ പോലൊരു ഓപ്പോണന്റിനെ സർക്കംവെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചുറ്റി നിർത്താനുള്ള ഒരു ഇനിഷ്യേറ്റീവായിട്ട് വൺ ബെൽറ്റ് വൺ റോഡിനെ വ്യാഖ്യാനിച്ച് കാണാറുണ്ട്. ഈ വൺ ബെൽറ്റ് വൺ റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ ഒരു വലിയ സ്ട്രാറ്റജിക്കൽ പോയിന്റ് തന്നെയാണ് ശ്രീലങ്ക. അപ്പൊ ശ്രീലങ്കയിൽ എന്താണ് ചൈന അല്ലെങ്കിൽ ചൈനീസിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈഡ് ഔട്ട് അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് കിട്ടുക എന്ന ഒരു ഉദ്ദേശം കൂടി ചൈനയ്ക്കുണ്ട് എന്നും, ശ്രീലങ്കയിൽ ഒരു ബേസ്മെന്റ് കിട്ടുക എന്നൊരു ഉദ്ദേശം ചൈനയ്ക്കുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഐലൻഡിനൊപ്പം തന്നെ ഹമ്പൻതോട്ട പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒന്നാണ് കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നത്. ഇത് എന്നൊക്കെയാണ് ഇത് തുടങ്ങിയത് നോക്കുന്നത്. നമുക്കറിയാം ശ്രീലങ്കൻ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ പ്രസിഡന്റിന് മഹിന്ദ രജപക്സെയെ ചൈനീസ് പ്രീമിയർ സി ജിൻപിങ് 2014 സന്ദർശിച്ചതിന് ശേഷമാണ് ഈ പ്രൊജക്ട് ലോഞ്ച്ഡ് ആയത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ അതിനുശേഷം 2015 മൈത്രിപാല സിരിസേനയുടെ നേതൃത്വത്തിൽ റനിൽ വിക്രമസിംഘയും മൈത്രിപാല സിരിസേനയും ഇതിനെ പ്രൊജക്ടിനെ കുറച്ചു നാളൊന്ന് സ്റ്റോപ്പ് ചെയ്തുവെങ്കിലും അവരത് പൂർണ്ണമായിട്ട് വിട്ടൊഴിഞ്ഞില്ല. അവർ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും 2019 വീണ്ടും രജപക്സ ഗവൺമെന്റ് വന്നപ്പോൾ ഈ പ്രോജക്റ്റുകൾ വളരെ വേഗതയാർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.4 ബില്യൺ ഇവർ കൊണ്ടുവരുന്നത് ഏകദേശം $15 ബില്യൺ ആദ്യം കൊണ്ടുവരും. അതുപോലെ തന്നെ 83,000 പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും എന്നതൊക്കെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ശ്രീലങ്കൻ ജനത വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു പൈലറ്റ് എന്ന രീതിയിൽ ദ പ്രൊജക്ട് ഈസ് ഫിനാൻസ് ചീഫ്ലി ത്രൂ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് amounting to 1.4 billion via Czech Port City, Colombo. A unit of state-owned China Communication Construction Company. In return, the company will receive 116 hectares of land on 19 years lease. അതായത് ഇപ്പോൾ ഒരു 14 അല്ലെങ്കിൽ $1.4 ബില്യൺ ചൈനയിലേക്ക് എത്തിക്കുമ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ ഈ ഒരു CCC എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ചൈന കമ്മ്യൂണിക്കേഷൻ കൺസ്ട്രക്ഷൻ കമ്പനി CCCC, ചൈന കമ്മ്യൂണിക്കേഷൻ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന കമ്പനിക്ക് എന്താണ് ഒരു 99 വർഷത്തേക്ക് ലീസിന് എത്ര ഏക്കർ ലാൻഡ് കിട്ടുന്നുണ്ട്? 269 ഹെക്ടേഴ്സ് ലാൻഡ് അവർക്ക് ഏക്കർ ലാൻഡ് അവർക്ക് കിട്ടുന്നുണ്ട് ലീസിന്. ഹെക്ടർ ലാൻഡ് ടോട്ടൽ അവർക്ക് കിട്ടുന്നുണ്ട്. എത്ര ഹെക്ടർ ആണ്? 269 ഹെക്ടേഴ്സ്. എത്ര വർഷത്തേക്ക്? 99 വർഷത്തേക്ക്, ഓൾമോസ്റ്റ് എ സെഞ്ചുറി. രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനയാണ് ഫണ്ട് ചെയ്യുന്നത്. നമുക്കറിയാം ചൈന മെർച്ചന്റ്സ് പോർട്ട് ഹോൾഡിംഗ്സ് ഹാസ് ആൻ 85 stake in the Colombo International Container Terminal. കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ
ടോട്ടൽ വാല്യൂവിന്റെ 85% ആർക്കാണ്? ചൈനയ്ക്കാണ്. ആരാണ്? ചൈന മർച്ചന്റ് പോർട്ട് ഹോൾഡിംഗ്സ് എന്ന കമ്പനിക്കാണ് 85% സ്റ്റേക്ക് എന്ന് പറയുന്നത്. അടുത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇൻ 2017 സിരിസേന വിക്രമസിംഗെ അഡ്മിനിസ്ട്രേഷൻ unable to repay Chinese loan with which has saddled by previous government handed over the Hambantota port in southern province to China for 99 years or lease. അതായത് 2017 അടുത്ത ഇവർ കൊടുത്തിരുന്ന ലൈൻ ഓഫ് ക്രെഡിറ്റിന് റീപേ ചെയ്യാൻ പറ്റാത്തതിനാൽ സിരിസേന ഗവൺമെന്റ് വിക്രമസിംഗ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഹമ്പൻതോട്ട പോർട്ട് എന്താണ് 99 വർഷത്തേക്ക് ലീസിന് കൊടുത്തു. അതായത് ടോട്ടലി 2 പ്രോജക്റ്റുകൾ, അതായത് 269 ഹെക്ടർ ലാൻഡും പ്ലസ് ഹമ്പൻതോട്ട പ്രോജക്റ്റും എന്താണ് 99 വർഷത്തേക്കാണ് ലീസിന് ഇവർക്ക് ഇട്ടിരിക്കുന്നത്. സോ ദേ ഗെറ്റ് എ ഹൈഡ് ഔട്ട് എ ബേസ്മെന്റ് ഇൻ ശ്രീലങ്ക ഫോർ അനദർ 100 years. ഇതിനൊപ്പം തന്നെ എന്താണ് കൊളംബോ പോർട്ട് അണ്ടർ എ 35-year ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എഗ്രിമെന്റ് വിത്ത് ശ്രീലങ്കൻ പോർട്ട് അതോറിറ്റി. ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് ചൈന ശ്രീലങ്കയെ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ശ്രീലങ്കയിലെ ഇഷ്യൂ എന്താണ്? ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പ്രൊജക്ടിന്റെ ലൊക്കേഷനാണ്. ഇത് അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഇവരുടെ പ്രസൻസ് വല്ലാതെ കൂടുന്നു. രണ്ടാമത്തെ ഇഷ്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചൈനീസ് പ്രസൻസ് ഇൻ ശ്രീലങ്കൻ പ്രോജക്ട്. 3 ചൈനീസ് പ്രസൻസ്. 3 എന്താണ്? ശ്രീലങ്കക്ക് എങ്ങോട്ടേക്ക് ഒരു ടിൽറ്റ് ഉണ്ടാകുന്നുണ്ട്? ചൈനയിലേക്ക് ഒരു ടിൽറ്റ് ഉണ്ടാകുന്നു. അതായത് ഇന്ത്യയേക്കാൾ ഒരു ഡിപ്പെൻഡൻസി ചൈനയിലേക്ക് കൂടുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് ഇന്ത്യ കണക്കാക്കുന്നുണ്ട്. ഇതിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഗവൺമെന്റ് എപ്പോഴും എന്താണ് ഈ ഒരു തലത്തിലേക്കുള്ള പ്രോ ശ്രീലങ്കയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ, കിട്ടാവുന്ന സാഹചര്യങ്ങൾ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും അല്ലെങ്കിൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പും കൂട്ടുക എന്നതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്ക് മുന്നോട്ട് പോകുന്നപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് നമ്മൾ നോക്കി അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകൾ തന്നെയാണ്. അടുത്ത ഒരു ആർട്ടിക്കിൾ ആയിട്ട് പറയുന്നത് US ഡിലേസ് ടാരിഫ് അഗെയിൻസ്റ്റ് ഡിജിറ്റൽ സർവീസസ് ടാക്സ്. എന്താണ് ഡിജിറ്റൽ സർവീസസ് ടാക്സ് എന്ന് നോക്കാം. 2021 ഫൈനാൻസ് ബിൽ നമുക്ക് പുതിയ ഒരു 2% ടാക്സ് ഇമ്പോസ് ചെയ്തു. ആർക്കാണ്? നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഡിജിറ്റൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക്. അതായത് 2 കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള അല്ലെങ്കിൽ 2 കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഇന്ത്യയിലെ അല്ലാത്ത വിദേശികളായിട്ടുള്ള വിദേശ ഡിജിറ്റൽ സർവീസ് കമ്പനികൾക്ക് 2% ടാക്സ് ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടാക്സ് അല്ലെങ്കിൽ നികുതി ചുമത്തുകയുണ്ടായി. പക്ഷെ ഇതിനൊരു ഔട്ട്കം ആയിട്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് സെക്ഷൻ 301 ഓഫ് US ട്രേഡ് റെപ്രസെന്റേറ്റീവ്സ് ആക്ട്. എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? USTR ആക്ട് 1974. USTR ആക്ടിന്റെ ഇതിന്റെ 301 പ്രത്യേകത എന്താണ്? US ട്രേഡ് റെപ്രസെന്റേറ്റീവിനെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കീഴിൽ ഉള്ള കമ്പനികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്ററി ടാക്സ് ഏതെങ്കിലും രാജ്യം ഇമ്പോസ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അതിന് കൊടുക്കേണ്ടുന്ന റെസിപ്രോക്കൽ ആയിട്ടുള്ള നമ്മളുടെ നടപടികൾ എന്തൊക്കെയാവണം എന്നതിനെ റെക്കമെൻഡ് ചെയ്യാനുമുള്ള ഒരു അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് സെക്ഷൻ 301 എന്ന് പറയുന്നത്. സെക്ഷൻ 301 പലപ്പോഴും എന്താണ് US ഗവൺമെന്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയ്ക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എത്തുന്നതിന് മുൻപ് അതിന് ഒരു റെസിപ്രോക്കൽ ആയിട്ട് ഗവൺമെന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 6 രാജ്യങ്ങൾ, ഓസ്ട്രിയ, ഇറ്റലി, സ്പെയിൻ, തുർക്കി, UK പ്ലസ് ഇന്ത്യ, ഈ രാജ്യങ്ങൾക്ക് എന്താണ് 25% ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടാരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ 25% ടാക്സ് തൽക്കാലത്തേക്ക് ഒരു 6 മാസത്തേക്ക് 180 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്തിനാണ്? ടു പ്രൊമോട്ട് ഓൺഗോയിങ് ട്രേഡ് ടാക്സ് ഡിസ്കഷൻസ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എങ്ങനെയാണ് ഇത് എന്തൊക്കെയാണ് നമുക്കറിയാം. ഇതിനു മുൻപ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയ്ക്കെതിരെ ശക്തമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു നടപടിയാണ് സെക്ഷൻ 301 ഓഫ് US ട്രേഡ് ആക്ട് ഓഫ് 1974.
ഇത് പക്ഷേ എന്താണ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത്രയും എക്സ്ട്രീം ലെവലിലേക്ക് പോകാതെ ഒരു മിഡിൽ പാത്താണ് ബൈഡൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും ചൈനീസ് അഡ്മിനിസ്ട്രേഷനിൽ ഇങ്ങനെ ഒരു സാധ്യത ഉപയോഗിച്ചപ്പോഴത്തേക്ക് വിച്ച് റിസൾട്ടഡ് ഇൻ എ കൈൻഡ് ഓഫ് ട്രേഡ് വാർ. ഈ ട്രേഡ് വാറിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഒരുപാട് എന്താണ് സപ്ലൈ ചെയിനിലുണ്ടായ ഒരു ഡിസ്റപ്ഷൻസ് കാരണം ഗ്ലോബൽ ഇക്കണോമിയെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗ്ലോബൽ കൺസേൺ ഉൾപ്പെടെയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു കൺസേൺ കൂടിയാണ്. കാര്യം എന്താണ്, ഇന്ത്യയാണ് ഒരു 2021 the finance bill of 2021 introduced amendment imposing a 2% digital tax on trade and services by non-resident e-commerce operators with a turnover of over 2 crores. ഇപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്, ഇന്ത്യയിൽ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡ് ഇഷ്യൂസിന്റെ കാരണങ്ങൾ കൊണ്ട് രാജ്യത്തിന്റെ വരുമാനം കുറഞ്ഞ സമയത്ത് ഒരു വരുമാന മാർഗമായിട്ടാണ് ഇതിനെ നമുക്ക് ഇപ്പോൾ കണക്കാക്കാൻ പറ്റുക. which will yield around $55 million annually. $55 million നമുക്ക് എത്തിച്ചു തരുന്ന ഒന്നാണ്. ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസിന് സഹായിക്കാൻ പോയാൽ അല്ലെങ്കിൽ കോംപ്രമൈസിന് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് പോവുകയോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വിഡ്രോ ചെയ്യുകയോ ചെയ്താൽ we may lose around $55 million annually. ഇത് പലപ്പോഴും എന്താണ്, രാജ്യത്തിന്റെ വരുമാനം നഷ്ടപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ എന്നാൽ അതിനൊപ്പം തന്നെ കൺസേൺ എന്താണ്, നമ്മളുടെ ഏകദേശം $118 million ട്രേഡ് ഇന്ത്യയും US-ഉം തമ്മിലുണ്ട് ഓൺ വേരിയസ് ഗുഡ്സ്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി റൈസ്, സിഗരറ്റ് പേപ്പർ, കൾച്ചർഡ് പേൾസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, certain gold and silver jewelry items and specific types of furniture product. ഇത്രയും ഒരു വലിയ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ $118 million ഒരു ബിസിനസ് ആണ് ഇന്ത്യയും US-ഉം അല്ലെങ്കിൽ $118 million എക്സ്പോർട്ട് ആണ് ഇന്ത്യ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് അത് ഈ തരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡയലോഗ് വഴി ഇത് തീരുമാനിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ഇൻ ഓൾ മീൻസ് ഇറ്റ് വിൽ അഫക്ട് ഇന്ത്യൻ ഇക്കണോമി. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. യു വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ഫർദർ ഡിസ്കഷൻ ഓൺ this digital service tax and the Biden administration decision with section 301 of Trade Act 1974. Study points to pile up of biomedical waste. The report titled The State of India's Environment 2021. ഇതൊരു പ്രിലിമിനറിയോ അല്ലെങ്കിൽ PSCക്കോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത് ആരാണ് റിലീസ് ചെയ്യുന്നത്? സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് ആണ് റിലീസ് ചെയ്തത്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? Biomedical waste means any solid and or liquid waste including its container and any intermediate product which is generated during diagnosis, treatment or immunization of human beings or animals or research activities pertaining thereto or in the production or testing of biological or health camps. നമുക്കറിയാം, നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരാൾക്ക് ഒരു പനി വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉപയോഗിച്ചിരിക്കുന്ന വയർ, അതുപോലെ തന്നെ സിറിഞ്ച്, നീഡിൽ, ഇതൊക്കെയും എന്താണ് എ കൈൻഡ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അല്ലെങ്കിൽ അതിനുപയോഗിച്ച കോട്ടൺ, എവറിത്തിങ്. ഇത് വല്ലാതെ കൂടുന്നുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയോൺമെന്റ് എന്ന ടൈറ്റിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മളിതിനെ പലപ്പോഴും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. CPCB, biomedical waste is segregated into 4 categories. While the yellow category is for waste that is classified as highly infectious, such as human, animal, or anatomical or soil. Red or orange is for contaminated, recyclable waste generated. Sharp objects like needles, syringes with fixed needles are segregated into white category, and broken or discarded or contaminated glassware, including medicine vial, are categorized into blue category. So totally 4 category ആണ്. 1 yellow, 2 red, 3 white, 4 blue. യെല്ലോ എന്താണ്? നമുക്കറിയാം പോലെ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകളെയാണ് യെല്ലോ കാറ്റഗറിയിൽ വരിക. റെഡ് എന്താണ്? റീസൈക്ലബിൾ ആണ്. വൈറ്റ് എന്താണ്? നീഡിൽസ്, അങ്ങനെയുള്ള സിറിഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളാണ് വൈറ്റ് കാറ്റഗറിയിൽ വരിക. ബ്ലൂ കാറ്റഗറിയിൽ വരുന്നത് എന്താണ്? ഗ്ലാസ് വെയർ ഇൻക്ലൂഡിംഗ് മെഡിസിൻ വയൽ ആൻഡ് കാറ്റഗറൈസ്ഡ് ഇൻടു ബ്ലൂ കാറ്റഗറി. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇതൊരു എന്താണ് ഒരു മാച്ച് ദ ഫോളോവിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള PSC എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. The report note that over 2 lakh kilograms of biomedical waste was generated each day in May 2021 by hospitals in India dealing with COVID-19 patients. India witnessed a deadly second wave of coronavirus in April and May.
ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഓരോ ദിവസവും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം കിലോഗ്രാം ആണ് ഓരോ ദിവസവും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് പോസസ് ഹസാർഡ് ഡ്യൂ ടു 2 principal reasons. The first is infectivity, and other biomedical waste is threat to global public health environment as well. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതിന്റെ കാറ്റഗറൈസേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. അടുത്തത് ഫസ്റ്റ് ഹ്യൂമൻ ഇൻഫെക്ഷൻ ഓഫ് ഹ്യൂമൻ H1N3 ബേർഡ് ഫ്ലൂ. ഇതിനെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതിനകത്ത് ചില മാച്ച് ദ ഫോളോവിങ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ സാധ്യത എന്ന് വെച്ചാൽ H5N1 is the most common virus causing bird flu or avian influenza. ഇതൊരു ഓർത്ത് വയ്ക്കുക. ഇപ്പം ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബേർഡ് ഫ്ലൂ എന്നറിയപ്പെടുന്ന ഏത് വൈറസ് കാരണമാണ്? H5N1 വൈറസ് കാരണമാണ്. There are several types of, അതുപോലെ WHO തീരുമാനപ്രകാരം ആദ്യം കണ്ടെത്തിയത് 1997 and it has killed almost 60% of those infected. ഇതൊരു ചോദ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ PSC അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ചോദ്യം ബേർഡ് ഫ്ലൂ പരത്തുന്ന വൈറസ് ഏതാണ് എന്നൊരു ചോദ്യം. H5N1 ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത് മനുഷ്യരിൽ കണ്ടെത്തിയത് 1997 എന്നൊക്കെയാണ്. ഇനി അടുത്ത ഒരു സംഭവം H5N1 ബേർഡ് ഫ്ലൂ ഏവിയൻ ഇൻഫ്ലുവൻസ അടുത്തൊരു ലെവലാണ് വരുന്നത് H7N9 സ്ട്രെയിൻസ്. അതുപോലെ എന്താണ് ഇവിടെ കാണാൻ പറ്റും H7N7 and H3N8 വൈറസ് അല്ല H7N7 and H3N8 വൈറസ് പലപ്പോഴും എന്താണ് കുതിരകളിലാണ് ഇത് കാണാറുള്ളത്. H3N8 എന്താണ് കുതിരകളിലും നായ്ക്കളിലും കാണാറുണ്ട്. ഇപ്പൊ ചിലത് എന്താണ് ഇപ്പം എല്ലാവർക്കും ഇതാവുന്നില്ല എപ്പോഴും എന്താണ്. അതുപോലെ H17N10 and H18N11 ഫൗണ്ട് ഇൻ ബാറ്റ്. ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഇത് പലപ്പോഴും ഒരു മാച്ച് ദ ഫോളോവിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ H17N10 and H18N11 which have been found in bat. H7N7 H3N8 എന്താണ് വൈറസ് ഇൻഫെക്ഷൻ ക്യാൻ കോസ് ഇൽനെസ് ഇൻ ഹോഴ്സസ്. H3N8 വൈറസ് ക്യാൻ ഇൻഫെക്ട് ഹോഴ്സസ് ആൻഡ് ഡോ. ഇതൊന്ന് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പം ഇതിന്റെ ചില നമുക്ക് എനിക്ക് ചില ടിപ്പിക്കൽ സിംറ്റംസ് ആണ്. early spectrum production and rapid progression to severe pneumonia, sepsis with shock, acute respiratory distress and so on. ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കാം. ഇത് നമ്മുടെ ആവശ്യം എന്താണ്? നമ്മളുടെ പരീക്ഷാ പെർസ്പെക്റ്റീവിൽ നമുക്ക് ആവശ്യം എന്താണ്? ഈ H5N1 അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂവിന് കാരണമായത് എന്താണ്? അതുപോലെ ഇത് ആദ്യമായിട്ട് മനുഷ്യരിൽ കണ്ടെത്തിയ വർഷം ഏതാണ്? ഈ മാച്ച് ദ ഫോളോവിങ്. ഇതൊക്കെയാണ് നമ്മുടെ പെർസ്പെക്റ്റീവിലുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 114 ആളുകൾ ബുർക്കിനോ ഫസയിൽ കൊല്ലപ്പെട്ടു. അപ്പൊ ബുർക്കിനോ ഫസയുടെ തലസ്ഥാനമാണ് ഒഗാൻഡോഗോ എന്നറിയപ്പെടുന്ന സ്ഥലം. എനിക്കറിയത്തില്ല കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. 1 മാലിയാണ് ഒരു അയൽ രാജ്യം, 2 നൈജർ, 3 ബെനിൻ, 4 ടോഗോ, 5 ഘാന, 6 കോത്തെ ദിവോയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പൊ ടോട്ടൽ 6 അയൽ രാജ്യങ്ങളുണ്ട്. അത് ഏറ്റവും വലിയ അയൽ രാജ്യം എന്ന് പറയുന്നത് മാലിയാണ്, 2 നൈജർ തന്നെയാണ്, 3 വരുന്നത് വേണമെങ്കിൽ കൊത്തെ ദിവോർ ആവാം, 4 ഘാന, 5 ബെനിൻ, ഏറ്റവും ലാസ്റ്റ് ടോഗോ. ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. അത് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ വെസ്റ്റേൺ ആഫ്രിക്കയുടെ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതൊരു ലാൻഡ് ലോക്ഡ് നേഷൻ ആണ്. അതായത് ചുറ്റുവട്ടവും കടലില്ലാത്ത ചുറ്റുവട്ടവും മറ്റേ ലാൻഡ് ഭൂപ്രദേശം തന്നെയുള്ള ഒരു രാജ്യമാണ് ബുർക്കിനോ ഫസോ. അതിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിലും അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തും അറ്റ്ലാന്റിക് ഓഷ്യനാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത്, ഹിന്ദുവിൽ കാണാൻ പറ്റിയത്. ഒന്ന് വായിക്കുക, അതിന് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിജയാശംസകൾ.